Good morning students. Welcome to our GS class. We are going to learn about safety rules for playing games. Standard 3 GS. The remaining part of chapter 6 safety and first aid. Today's topics are safety rules for playing games, safety rules for swimming, first aid. Okay, these are the topics. Let us learn more about safety rules for playing games. In the previous class, we are already discussed about safety rules on the road and safety rules in the kitchen and safety rules for handling ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. നിങ്ങളെല്ലാവരും അത് പഠിച്ചു, ക്ലാസ് കണ്ടു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് സേഫ്റ്റി റൂൾസ് ഫോർ പ്ലേയിങ് ഗെയിംസ്. ഓക്കെ, വിയർ പ്രോപ്പർ ക്ലോത്ത്സ് വെൻ യു പ്ലേ എനി ഗെയിം. അതായത് നമുക്കറിയാം, നമ്മൾ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പ്ലെയേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്, അവർ ഹെൽമെറ്റൊക്കെ വെക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ അവരുടെ ശരീരത്തിലൊക്കെ ഇഞ്ചുറി ഒന്നും പറ്റാതിരിക്കാനായിട്ട് അവർ സേഫ്റ്റി ആയിട്ട് അവരുടെ ക്ലോത്ത്സൊക്കെ എന്ന് പറയുന്ന അതുപോലെയുള്ള ക്ലോത്ത്സൊക്കെയാണ് ഇടുന്നത്. ഓക്കെ, കയ്യിലൊക്കെ ഗ്ലൗസ് ഇടുന്നതും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. സോ വിയർ പ്രോപ്പർ ക്ലോത്ത്സ് വെൻ യു പ്ലേ എനി ഗെയിം. നെവർ പ്ലേ എ റഫ് ഗെയിം ഓർ റൺ അബൌട്ട് റാഷ്ലി. അതായത് നിങ്ങൾ റഫ് ഗെയിംസ് ഒന്നും കളിക്കരുത്. അതുപോലെ തന്നെ റൺ അബൌട്ട് റാഷ്ലി. നിങ്ങളോട് എപ്പോഴും സ്കൂളിലുള്ള സമയത്ത് പറയുന്നതാണ്, സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ ഓടരുത്, നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റാൻ സാധ്യതയുണ്ട് അല്ലേ. ഇത് നിങ്ങളോട് പറയുന്നതാണ്. സോ നെവർ പ്ലേ എ റഫ് ഗെയിം ഓർ റൺ അബൌട്ട് റാഷ്ലി. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ത്രോ തിങ്സ് അറ്റ് ഈച്ച് അതർ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എറിഞ്ഞ് കളിക്കരുത്. ഇപ്പോൾ നിങ്ങളൊരു ബോളാണെങ്കിലും ഇപ്പോൾ കല്ലാണെങ്കിലും എന്ത് വെച്ചാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞാൽ നിങ്ങൾക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. സോ ഡു നോട്ട് ത്രോ തിങ്സ് അറ്റ് ഈച്ച് അതർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ പ്ലേ ഗ്രൗണ്ട് ഷുഡ് ബി കെപ്റ്റ് ഫ്രീ ഫ്രം സ്റ്റിക്സ്, നെയിൽസ്, ഗ്ലാസ് പീസസ്, സ്റ്റോൺ ആൻഡ് തോൺസ്. അതായത് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൽ സ്റ്റിക്സ്, അതുപോലെ തന്നെ നെയിൽസ്, ഗ്ലാസ് പീസസ്, സ്റ്റോൺസ്, തോൺസ്, അതായത് മുള്ളുകൾ, അതുപോലെ കല്ലും മുള്ളും, അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പീസസ്, ഇതൊന്നും നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൽ കാണരുത്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഇഞ്ചുറി പറ്റാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. സോ പ്ലേ ഗ്രൗണ്ട് ഷുഡ് ബി കെപ്റ്റ് ഫ്രീ ഫ്രം സ്റ്റിക്സ്, നെയിൽസ്, ഗ്ലാസ് പീസസ്, സ്റ്റോൺസ് ആൻഡ് തോൺസ്. ഡു നോട്ട് പ്ലേ നിയർ തോണി ഹെഡ്ജസ് ഓർ ബാർഡ് വയേഴ്സ്. അതായത് നിങ്ങൾ കളിക്കുമ്പോഴത്തേന് നമ്മൾ ഈ മുള്ളുവേലിയൊക്കെ ഉണ്ട്, അവിടെയൊന്നും പോയി നിങ്ങൾ കളിക്കരുത്. അതുപോലെ ഡു നോട്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഫയർ. അതായത് ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, നിങ്ങൾ ചിലരൊക്കെ ബ്ലേഡ് വെച്ചൊക്കെ കളിക്കും. ഇങ്ങനെയൊന്നും ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫയർ വെച്ച് ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. ഒരിക്കലും നിങ്ങൾ ഫയർ വെച്ച് കളിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റൂൾസ് ഫോർ സ്വിമ്മിങ്. സ്വിമ്മിങ് ചെയ്യുമ്പോഴത്തേക്കിന് എന്തൊക്കെ റൂൾസാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്വിം ഇൻ എ പ്രൊട്ടക്റ്റഡ് പൂൾ ഒളി. അതായത് ചിലർക്കൊന്നും സ്വിമ്മിങ് അറിയത്തില്ല. ആദ്യമായിട്ട് നമ്മൾ സ്വിമ്മിങ് പഠിക്കാൻ പോകുമ്പോഴത്തേക്കിന് നമ്മൾ എവിടെയാണ് പഠിക്കേണ്ടത്? പ്രൊട്ടക്റ്റഡ് പൂളിൽ. നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ പറ്റുന്ന സൈസ് പൂളൊക്കെ ഉണ്ട്, അവിടെ മാത്രമേ നിങ്ങൾ നീന്തൽ പഠിക്കാവുള്ളൂ. അല്ലാതെ വലിയ ആഴമുള്ള സ്ഥലത്തോ വലിയ വെള്ളത്തിലോ ഒന്നും പോയി നിങ്ങൾ നീന്തൽ പഠിക്കാൻ പോകരുത്. സോ സ്വിം ഇൻ എ പ്രൊട്ടക്റ്റഡ് പൂൾ ഓൺലി. ഓക്കെ, നെക്സ്റ്റ് വൺ, never go alone for a swim. Go with an adult
who knowing swimming. നിങ്ങൾക്കിപ്പോൾ സ്വിമ്മിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഒരിക്കലും സ്വിം ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾ ആരെങ്കിലും അഡൽറ്റിനെ കൂടെ, നിങ്ങളുടെ പ്രായമായ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കരുതലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ കാണണം. നെവർ ഗോ എലോൺ ഫോർ എ സ്വിം, ഗോ വിത്ത് ആൻ അഡൽട്ട് ഹു നോസ് സ്വിമ്മിങ്. നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന ആൾക്ക് സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ സ്വിമ്മിങ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? സോ ഗോ വിത്ത് ആൻ അഡൽട്ട് ഹു നോസ് സ്വിമ്മിങ്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ഗോ നിയർ ദ ഡീപ്പ് എൻഡ് ഓഫ് ദ പൂൾ. അതായത് പൂളിൻ്റെ ഡീപ്പ് എൻഡിലൊന്നും പോകരുത്, ആഴമേറിയ സ്ഥലങ്ങളിലോട്ടൊന്നും നിങ്ങൾ നീന്താൻ വേണ്ടി പോകരുത്. ഓക്കെ, ഡു നോട്ട് ഗോ നിയർ ദ ഡീപ്പ് end of the pool. Okay, next one, do not swim when you have a cough or cold. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുമയോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വിം ചെയ്യരുത്. if you feel cold or tired, കം ഔട്ട് ഓഫ് ദ വാട്ടർ അറ്റ് വൺസ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നുവാണെങ്കിൽ നിങ്ങൾ വാട്ടറിൽ നിന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറണം. ഓക്കെ, ഡു നോട്ട് പുഷ് എനിബഡി ഇൻ ടു ദ വാട്ടർ ജസ്റ്റ് ഫോർ ഫൺ. അതായത് തമാശയ്ക്ക് പോലും ആരെയും വെള്ളത്തിൽ തള്ളിയിടരുത്. ഓക്കെ, ഓൾവേസ് സ്വിം ഇൻ എ ക്ലീൻ പൂൾ. അതായത് നല്ല വൃത്തിയുള്ള പൂളിൽ മാത്രമേ നിങ്ങൾ സ്വിമ്മിങ് പഠിക്കാവുള്ളൂ. Okay, always swim in a clean pool. Wait for at least 2 hours after your meal before going for a swim. അതായത് ഇപ്പോൾ നിങ്ങൾ നീന്താൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു കുറച്ച് 2 മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലേ? നമ്മുടെ ഡൈജഷൻ ഒന്ന് കംപ്ലീറ്റ് ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്വിമ്മിങ്ങിന് വേണ്ടി പോകാനായിട്ട്. ഓക്കെ, ഇഫ് യു കനോട്ട് സ്വിം, സ്റ്റേ at the shallow end of the pool and use floater or tube. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ബോട്ടിലൊക്കെ ഇതിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്, ഇതിന് പറയുന്ന പേരാണ് ഫ്ലോട്ടർ ഓർ ട്യൂബ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നമുക്ക് സ്വിം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ ട്യൂബ് ധരിച്ചാൽ മതി, നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോട്ടർ. ഇഫ് യു കനോട്ട് സ്വിം, സ്റ്റേ അറ്റ് ദ ഷാലോ end of the pool and use floater or tube. Okay, next is first aid. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാവരും പറയും ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അല്ലേ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ് ഗിവൺ ടു എ wounded person ബിഫോർ പ്രോപ്പർ മെഡിക്കൽ എയ്ഡ് അറൈവ്സ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു കൊടുക്കുന്ന മെഡിക്കൽ ഹെൽപ്പ്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക. ഡോക്ടർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ് ഗിവൺ ടു എ wounded person before proper medical aid arrives. We should have a first aid box in our home and school. നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ചേക്കണം. The first aid box contains the following things: an antiseptic cream, some bandage, sticky tape, crepe bandage, sterilized gauze, a bottle of methylated spirit, commonly used medicines, a pair of scissors. ഇപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ടത്? ആൻറ്റിസെപ്റ്റിക് ക്രീം വേണം, ബാൻഡേജ് വേണം, പിന്നെ എന്താണ് വേണ്ടത്? സ്റ്റിക്കി ടേപ്പ് വേണം, ക്രീപ്പ് ബാൻഡേജ്, സ്റ്റെറിലൈസ്ഡ് ഗോസ്, a bottle of methylated spirit, പിന്നെ commonly used medicines, a pair of scissors. Okay,
When someone is hurt or injured, keep the following in mind. അപ്പോൾ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഡു നോട്ട് ഗെറ്റ് ഫ്രൈറ്റൻഡ് ഓർ പാനിക് വെൻ ആൻ ആക്സിഡൻറ്റ് ടേക്സ് പ്ലേസ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നിങ്ങൾ പാനിക്കാകരുത്. ഡു നോട്ട് ക്രൗഡ് അറൗണ്ട് ദ പേഴ്സൺ ഹൂ ഈസ് ഹർട്ട്. ആർക്കാണോ മുറിവ് പറ്റി അയാൾക്ക് ചുറ്റും ആൾക്കാരിങ്ങനെ ക്രൗഡഡ് ആയിട്ട് നിൽക്കരുത്. ഡു നോട്ട് ക്രൗഡ് അറൗണ്ട് ദ പേഴ്സൺ ഹൂ ഈസ് ഹർട്ട്. അതുപോലെ വൈൽ ഗിവിങ് ഫസ്റ്റ് എയ്ഡ് ബി കാം ആൻഡ് മേക്ക് ദ ഇൻജേർഡ് പേഴ്സൺ കംഫോർട്ടബിൾ. ഇപ്പോൾ ആർക്കെങ്കിലും മുറിവുണ്ടായാലും നമ്മൾ ഒരിക്കലും അയാളെ പേടിപ്പിക്കരുത്. മാറിക്കോളൂ, അയാളെ നമ്മളൊന്ന് ആശ്വസിപ്പിക്കണം. ഇഫ് ദ പേഴ്സൺ ഈസ് ബാഡ്ലി ഹർട്ട് മേക്ക് ഹിം ലൈ ഡൗൺ ആൻഡ് കോൾ എ ഡോക്ടർ. അതായത് ഭയങ്കര ബാഡ്ലി ഹർട്ട്, അതായത് നല്ല ആഴത്തിൽ മുറിവൊക്കെ പറ്റിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കണം. ട്രൈ ടു ഫൈൻഡ് ആൻ അഡൽട്ട് ആൻഡ് കോൾ ഹിം ഓർ ഹെയർ. അതായത് പ്രായമുള്ള ആരെങ്കിലും നമ്മൾ വിളിക്കണം പെട്ടെന്ന് തന്നെ. ഗിവിങ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ. വി ഷുഡ് നോ ഹൗ to render first aid for minor injuries. Some of them are explained below. മൈനർ ഇഞ്ചുറീസ് ഒക്കെ പറ്റുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? ബ്ലീഡിങ് വൂണ്ട്സ് ഓർ മൈനർ കട്ട്സ്. എന്തെങ്കിലും മൈനർ കട്ട് ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ബ്ലീഡിങ് മേക്സ് എ പേഴ്സൺ വീക്ക്, സോ വി ഷുഡ് പ്രിവെൻറ്റ് എനി ഹെവി ലോസ് ഓഫ് ബ്ലഡ്. ഇഫ് എ പേഴ്സൺ ഈസ് ബ്ലീഡിങ് ബാഡ്ലി ടേക്ക് ഹിം ഓർ ഹെയർ ടു എ ഡോക്ടർ. അതായത് ബ്ലീഡിങ് ഉണ്ടായാൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് ശരീരം പെട്ടെന്ന് തന്നെ ക്ഷീണിക്കാനായിട്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് മേക്സ് എ പേഴ്സൺ വീക്ക്, സോ വി ഷുഡ് പ്രിവെൻറ്റ് എനി ഹെവി ലോസ് ഓഫ് ബ്ലഡ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വാർന്നു പോകുന്നത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ഇഫ് എ പേഴ്സൺ ഈസ് ബ്ലീഡിങ് ബാഡ്ലി ടേക്ക് ഹിം ഓർ ഹെയർ ടു എ ഡോക്ടർ. അതായത് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ഫോർ മൈനർ കട്ട്സ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ദ പേഴ്സൺ. നിങ്ങൾ ആരെയാണോ പരിക്ക് പറ്റിയേ അയാളെ തൊടുന്നതിന് മുന്നേ കൈകൾ നന്നായിട്ട് കഴുകുക. അതുപോലെ ക്ലീൻ ദ വൂണ്ട് വിത്ത് കോട്ടൺ ആൻഡ് വാട്ടർ. കോട്ടണും വാട്ടറും ഉപയോഗിച്ച് ആ മുറിവ് നന്നായിട്ട് കഴുകുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ആൻ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഓർ ആൻ ആൻറ്റിസെപ്റ്റിക് ക്രീം. അതിനുശേഷം ആൻറ്റിസെപ്റ്റിക് ലോഷനോ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ക്രീമോ തേക്കുക. നെക്സ്റ്റ് വൺ, ടൈ എ ബാൻഡേജ് ഓവർ ഇറ്റ്. എന്നിട്ട് അതിന് മുകളിൽ ഒരു ബാൻഡേജ് കൊണ്ട് കെട്ടുക. ഓക്കെ. ഫോർ മൈനർ കട്ട്സ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ദ പേഴ്സൺ ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ക്ലീൻ ദ വൂണ്ട് വിത്ത് കോട്ടൺ ആൻഡ് വാട്ടർ. And third step is apply an antiseptic lotion or antiseptic cream. Next is tie a bandage over it. Okay. Next one, burns. അതായത് പൊള്ളലുകൾ. പൊള്ളലുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? In case of minor burns, place the burned area under running tap water or put some ice over it for 15 minutes. അതായത് ചെറിയ പൊള്ളലുകളാണെങ്കിൽ നമ്മൾ ആ പൊള്ളലേറ്റ ഭാഗം ടാപ്പ് തുറന്നിട്ട് അതിന് താഴ്വശത്ത് കുറച്ച് നേരം പിടിക്കുക. അതല്ലെങ്കിൽ ഐസ് ഒന്ന് കവർ ചെയ്യുക. ഒരു 15 മിനിറ്റ് നേരം ഐസ് വെച്ച് കവർ ചെയ്യുക. പ്ലേസ് ദ ബേൺഡ് ഏരിയ അണ്ടർ റണ്ണിങ് ടാപ്പ് വാട്ടർ ഓർ പുട്ട് സം ഐസ്, cover it for 15 minutes. Next is apply an antiseptic cream. അതിനുശേഷം ആൻറ്റിസെപ്റ്റിക് ക്രീം തേക്കുക. In case of minor burns, the victim should be in case of major burns, the victim should be rushed to a doctor. അതായത് വലിയ വലിയ ആഴത്തിൽ പൊള്ളലേറ്റാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കണം. ഓക്കെ. So our 6th chapter is over, safety and first aid. നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.
So this much for today. You study well. We will meet in the next class. Thank you.